ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ കസിൻ്റെ മോൻ്റെ മുട്ടായി കൊടുക്കലാണ് കേട്ടോ. അതായത് എൻഗേജ്മെൻറ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി, ഞാനും മോളും കുട്ടികളും ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ വേങ്ങര വഴി ഇങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ രാവിലെ 8 മണിക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ചായയും ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞ് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വേങ്ങര ഒരു അറേബ്യൻ കൂൾ ബാറിൽ കയറി. അവിടെ നിന്ന് ചായക്കൊക്കെ ഇവർ അത് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. ഏതായാലും ആദ്യം ചപ്പാത്തി പറയും, പിന്നെ ദോശ പറയും. അങ്ങനെ ഏതായാലും പൂരിയും പിന്നെ പൊരിച്ച പത്തിരിയും പഴംപൊരിയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ചായക്ക് ഓർഡർ ചെയ്തിട്ടോ. അപ്പോൾ ആദ്യം തന്നെ വന്നത് പൂരിയാണ്. അങ്ങനെ പൂരി കഴിക്കുന്നുണ്ട്. പിന്നെ ആയിഷമോൾ പറഞ്ഞത് ആയിഷമ്മക്ക് പഴംപൊരിയാണ്, പിന്നെ അത് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനും മോളും പറഞ്ഞത് പൊരിച്ച പത്തിരിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ ഗ്ലാസ് ചായയും കടിയും കഴിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് വീണ്ടും ചാലിയത്തേക്ക് പോയിട്ടോ. അപ്പോൾ പോയത് നമ്മൾ ബസ്സിനാണ്. നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും നമ്മൾ ചാലിയത്തേക്ക് പോയത് ബസ്സിലാണ്. മക്കൾക്ക് ആദ്യമായിട്ട് ബസ് കയറിയൊരു എന്താ പറയുക, ബസ്സിൽ കയറി പരിചയമില്ല, അവർക്ക് പിടിക്കണം എന്നറിയില്ല, അങ്ങനത്തെ ഒക്കെ ഒരു കഥ. ഏതായാലും നമ്മൾ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ്. പുതിയപെണ്ണും കുട്ടികളും വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ഞാൻ പെണ്ണിൻ്റെ പാർട്ടിയാണ് കേട്ടോ, ചെക്കൻ്റെ പാർട്ടിക്കാരാണ് ഈ വരുന്നത്. അങ്ങനെതാ നമ്മളെ അതായത് എൻ്റെ മൂത്താപ്പാൻ്റെ മോളെ കുട്ടിയാണ് പുതിയെണ്ണ്. ഉമ്മാൻ്റെ ആങ്ങളുടെ മോളെ കുട്ടിയാണ് പിന്നെ പുതിയാപ്പിള കേട്ടോ. അങ്ങനെതാ പുതിയാപ്പിള പെണ്ണിന് മിഠായി കൊടുത്തു. അപ്പോൾ ആദ്യത്തെ ചടങ്ങ് തീർന്ന്. പിന്നെ എൻ്റെ കസിനാണ് ഇവിടെ നിന്ന് കളിയാക്കാണ് കേട്ടോ, ഇതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ മിഠായി കൊടുക്കലെന്ന് പറഞ്ഞാൽ ആർഭാടങ്ങളില്ലാത്ത മിഠായി കൊടുക്കലാണ് കേട്ടോ. ഈ ഒരു പെട്ടിയിൽ മാത്രമാണ് മിഠായി, പിന്നെ ചെക്കൻ കൊടുത്ത ഒരു മിഠായും അങ്ങനെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അത്യാവശ്യത്തിന് കുറച്ചൊക്കെ ഡ്രസ്സും സ്വർണ്ണങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആയി. ഇതൊക്കെ അവരെ മോളെ ഉമ്മ അവരൊക്കെ ഉണ്ട്, ഒക്കെ കുടുംബക്കാർ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടണോ ഇടണ്ടേന്ന് വിചാരിച്ച് നിന്നതാണ്. പിന്നെന്താ പറയുക, ഇട്ടാലല്ലേ നമുക്ക് പിന്നീട് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഭക്ഷണം കഴിക്കണം അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കണതും കൂടി എടുത്താലല്ലേ ഇതൊന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെതാ എല്ലാം ഉണ്ടായിരുന്നു. മന്തി ഉണ്ടായിരുന്നു, മീൻ ബിരിയാണി ഉണ്ടായിരുന്നു, കടുക്ക ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു, ബീഫും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പുറത്തിറങ്ങിയ ബീഫൊന്നും കഴിക്കാത്തതുകൊണ്ട് ബീഫിലേക്ക് ഞാൻ പോയില്ല. എനിക്ക് അടിപൊളിയായിട്ട് മീൻ ബിരിയാണി കഴിക്കാൻ പറ്റി. ഇവരൊക്കെ നല്ല തട്ടെല്ലാണ് കേട്ടോ. എല്ലാവരും മീൻ ബിരിയാണീൻ്റെ ആൾക്കാരാണ് കേട്ടോ. ബീഫ് കൂട്ടാത്തവരുണ്ട്, കോഴി കൂട്ടാത്തവരുണ്ട്, പക്ഷെ മീൻ കൂട്ടാത്തവരാരുമില്ല. അങ്ങനെ എല്ലാവരും കോരിയിട്ടിട്ടൊന്നും തേയണില്ല ഓരോരുത്തർക്ക്. രസം പറയുന്നുണ്ട്, കോരിയിടണമുണ്ട്. അങ്ങനെ ഞാൻ എല്ലാവരുടെ അടുത്ത് നിന്നിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കണം കേട്ടോ. അതിന് നല്ല കൊടുക്കട്ടെ. ഇത് നമ്മളെ മാണിക്കക്കല്ല കുഞ്ഞാത്താ, ഇതിന് നല്ല കൊടുക്കട്ടെ. ഇത് നമ്മളെ മാണിക്കക്കല്ല. പിന്നെ ഇത് നമ്മളെ ഓഡിറ്റോറിയത്തിൻ്റെ ചെറിയൊരു ഓഡിറ്റോറിയം കേട്ടോ. ആ ഓഡിറ്റോറിയത്തിൻ്റെ കിച്ചണാണത്. അവിടെ എല്ലാ ഫുഡും നിരത്തി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് മടങ്ങിയതാ വീണ്ടും നമ്മൾ ബസ്സിൽ കയറിയിട്ട് നമ്മളെ നാട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.